പൈസ ആകുമോ? കുട്ടേട്ടാ കുട്ടേട്ടാ, പുലിയുടെ ബ്രാൻഡാണ് ഓഫീസേഴ്സ് ചോയ്സ്. പുലി അടിക്കുന്ന സാധനം തോന്നുന്നു, ഏതോ പുലി. മനുഷ്യർ താമസിക്കുന്ന പണ്ടത്തെ പുരാതന കാലത്ത് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന മുനിയറയൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് ഗംഭീരമായിട്ട് മഴ തകർത്ത് പെയ്യുവാണ്. ഇപ്പോൾ മഴ സമയത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോയാലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഞ്ജലി എന്നുള്ള സൈചേട്ടൻ നമ്മുടെ സിനിമാ സംവിധായകൻ വിളിച്ചിട്ട് പറഞ്ഞ് സൂപ്പർ ഒരു സ്ഥലമുണ്ട്, നമുക്ക് രണ്ടു കൂടെ അവിടെ പോയേക്കാന്ന് വെച്ചു. അങ്ങനെ രാവിലെ തന്നെ വന്ന് സൈചേട്ടനെയും കൂട്ടി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മലമേൽ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ മലമേൽ പാറ കൊല്ലം ജില്ലയിലാണ്, നമ്മുടെ അഞ്ചൽ ടൗണിൽ നിന്ന് അടുത്താണ്. അതോടൊപ്പം കൊട്ടാരക്കര നമ്മുടെ ആയൂർ റൂട്ടിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തു നിന്ന്, അതായത് പുലിക്കോട് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 കിലോമീറ്റർ പോയാൽ ഈ അഞ്ചൽ പാറയിൽ എത്താൻ പറ്റും. ഈ അഞ്ചൽ പാറയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇവിടെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മുടെ ഈ മലമേൽ പാറ. ഈ മലമേൽ പാറയുടെ ഒരു പ്രത്യേകത മറ്റു പാറകളെ പോലല്ല. മറ്റു പാറകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ സ്ഥലം മാത്രമേ കാണത്തുള്ളെങ്കിൽ ഈ കാണുന്ന ഇത്രയധികം പാറകൾ, 12ഓളം പാറകളുണ്ട്. സത്യം പറഞ്ഞ് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് മുഴുവൻ കയറി ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ദിവസം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഈ പാറകളെല്ലാം കാണാം. ഇത് നമ്മുടെ കേരള ടൂറിസം വകുപ്പിന്റെ കീഴിലാണ്, ടൂറിസം ഡെവലപ്മെന്റ് വകുപ്പിന്റെ കീഴിലാണ്. 20 രൂപയാണ് ഇവിടെ കയറുന്നതിനുള്ള പാസ്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ചെരുപ്പൊന്നും ഇടാതെ ഷോർട്സ് ഒക്കെ ഇട്ടുണ്ടാകുന്ന വീഡിയോ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം വരുന്നത് നടപ്പാറയിലോട്ടാണ്. ഇവിടുത്തെ ഓരോ പാറയുടെ പിന്നിൽ ഓരോ ചരിത്രം, ഓരോ കഥകളൊക്കെ ഉണ്ട്. ഈ നടപ്പാറ എന്ന് പറഞ്ഞാൽ പണ്ട് ഇതിലെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്നു, അതായത് സ്കൂളിലോട്ടും അതുപോലെ ദൂരെയുള്ള ടൗണിലോട്ടും ഒക്കെ പോയിക്കൊണ്ടിരുന്നു പറയപ്പെടുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ നടപ്പാറയിലോട്ട് വരുമ്പോൾ തന്നെ. നമുക്ക് ഒട്ടും അങ്ങോട്ട് കയറി എൻട്രൻസിൽ തന്നെയാണ് ഈ നടപ്പാറ. ഇവിടെ എല്ലാം ഇരിക്കാനുള്ള ചെയറുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ട് പോയിന്റും കൂടാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് ഇവിടെ എല്ലാം നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ കുറേ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ വിസിബിലിറ്റി കുറവായിരിക്കും. ചില സമയത്ത് ഇങ്ങനെ ഈ മലനിരകൾ ഇങ്ങനെ മഞ്ഞ് കൊണ്ടിങ്ങനെ മേഘം ഇറങ്ങി വരുന്ന കണക്കുള്ള ഒരു ബ്യൂട്ടിയാണ്. മഴയത്ത് ഇവിടെ കാണാൻ ഒരു വല്ലാത്ത സൗന്ദര്യമാണ് എന്തായാലും. അതുപോലെ നമ്മുടെ ഈ നടപ്പാറയുടെ സമീപത്ത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ആമ്പൽക്കുളം ഉണ്ട്. നല്ല നീല കളറിലുള്ള ആമ്പലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു. ഇവിടെയൊക്കെ വേണേൽ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിസുന്ദരമായിട്ടുള്ള നടപ്പാറ നമ്മളിപ്പം വളരെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട്. ഓക്കെ, എന്നപ്പോൾ നമ്മൾ നടപ്പാറയെ കൂടെ നടന്ന് താഴോട്ട് ഇറങ്ങി അടുത്ത പാറ കാണാൻ പോകണം. ആ പാറയുടെ പേര് ശംഖൂത്ത് പാറ എന്നാണ്. അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ ചെന്നിട്ട് പറയാം. അതിനിടയ്ക്ക് ഒരു വലിയ സംഭവം കണ്ടു. 10-200 അടി പൊക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഒരു അടിപൊളി ഒരു കുളം, ഇത് പറ്റാത്ത ഒരു കുളമാണ്. ഇത് അത്ഭുതം പോലെ തോന്നുന്നു സത്യത്തിൽ. വളരെ നല്ല അടിപൊളി വെള്ളമൊക്കെയാണ്, നല്ല സൂപ്പർ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഈ കുത്തിറക്കം ഇറങ്ങിയിട്ട് വേണം നമുക്ക് ശംഖൂത്ത് പാറയിലേക്ക് പോകാൻ. ഇപ്പോൾ മഴ പെയ്ത് കിടക്കുന്നുണ്ട്, കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ശംഖൂത്ത് പാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശംഖൂത്ത് പാറ. സത്യത്തിൽ ഇതിൻ്റെ പിന്നിലൊരു ചെറിയൊരു സംഭവമുണ്ട്, വേറൊന്നുമല്ല. ഈ ശംഖൂത്ത് പാറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു നേരത്തെ. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിന് 4000 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ 4000 വർഷം മുമ്പ് ഈ ഏരിയയിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നുകൊണ്ടാണല്ലോ അവിടെ ഒരു അമ്പലം വന്നത്. അപ്പോൾ ഈ പ്രദേശത്തെല്ലാം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. നമ്മുടെ ആദിമ മനുഷ്യർ, ഇവൻ മുനിയറകൾ, മൃഗങ്ങൾ വസിക്കുന്ന ഗുഹകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത, പണ്ട് വന്യമൃഗങ്ങൾ മനുഷ്യരൊക്കെ വസിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ശംഖെടുത്ത് ഊതുമായിരുന്നു. ഈ ശംഖിന് ഭയങ്കര സൗണ്ടാണ്, ഒത്തിരി ദൂരത്ത് കേൾക്കുക. അതറിഞ്ഞിട്ടാണ് ആൾക്കാർ വന്യമൃഗം ഇറങ്ങി അറിയുന്നത്. ആ ഊതിയിട്ട് ശംഖ് ഇതിനകത്താണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ ചെള്ളൊക്കെയാണ്, മുഴുവൻ ചെള്ള് കയറിയിരിക്കുകയാണ്. ഈ ഹോളിനകത്താണ് ശംഖ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ പാറയ്ക്ക് ശംഖൂത്ത് പാറ എന്ന് പേര് വന്നത്. ഇപ്പോൾ ശംഖ് അതിനകത്തില്ല. എന്തായാലും ഇതാണ് ശംഖൂത്ത് പാറയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. ഇനി നമുക്ക് തിരിച്ചു പോകാം അടുത്ത പാറയിലോട്ട്. നടപ്പാറ കണ്ടു. നടപ്പാറ കൂടെ നടന്ന് ശംഖൂതിപ്പാറ അതിലേക്ക് പോയി. ഇനി അടുത്ത് നമ്മൾ മുകളിലോട്ട് കയറുവാണ്. ഇവിടെ ഒരു പാറയുണ്ട്. ഈ പാറയ്ക്ക് 2 പേരുണ്ട്. കൊച്ചു നാടുകാണിപ്പാറ എന്നും അതുപോലെ തന്നെ വിമാനപ്പാറ എന്നാണ് പറയുന്നതെന്ന് ചിലർ പറയുന്നു. പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വിമാനപ്പാറ എന്നാണ്. കാരണം പറയുന്നത് ഇതിന്റെ മുകളിൽ നിന്ന് ഏതോ ഒരു വ്യൂവിൽ ഇതൊരു വിമാനം പോലെ, ഒരു പ്ലെയിൻ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിമാനപ്പാറ എന്ന് വിളിക്കുന്നതെന്നാണ് ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചോ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കൊച്ചു നാടുകാണിപ്പാറ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു വലിയ പാറയുണ്ട്, അതാണ് നാടുകാണിപ്പാറ. ആ നാടുകാണിപ്പാറയുടെ ചെറിയ പാറ, അതായത് നാടിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാവുന്ന ഒരു പാറയാണ് ഈ കൊച്ചു നാടുകാണിപ്പാറ. നമ്മൾ മുകളിലോട്ട് പോവാണ്. വൗ, സൂപ്പർ, അടിപൊളി. അപ്പോൾ മെയിൻ നാടുകാണിപ്പാറ ആ കാണുന്നതാണ്. നമ്മൾ അതിൻ്റെ മുകളിലോട്ടും പോകും. അവിടെയൊക്കെ ഇപ്പോഴും ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഈ വ്യൂ എന്ന് കണ്ടോ, സൂപ്പർ വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 സ്ഥലങ്ങൾ പ്രധാനമായിട്ടും കാണാം. എനിക്ക് തോന്നുന്നില്ല ക്യാമറയിൽ അത് കിട്ടുമെന്ന്. ആ ഭാഗത്തായിട്ടാണ് ജഡായുപ്പാറ. നമ്മുടെ കൊല്ലം ജില്ലയിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജഡായുപ്പാറ. അതുപോലെ ഈ ഭാഗത്ത് പൊന്മുടി നമുക്ക് കാണാം. ഇപ്പം മഞ്ഞ് വന്ന് മൂടിയേക്കുവാണ്.
അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. വളരെ സുന്ദരമായിട്ടുള്ളൊരു വ്യൂ ആണ്. റൈറ്റ് സൈഡ് നമുക്ക് വലിയ നാടുകാണിപ്പാറ കാണാം. അതാണ് വലിയ നാടുകാണിപ്പാറ. ഇനി നമുക്ക് അതേ കയറാനുള്ളതാണ്. ഇവിടെ നിന്നാലൊരു 360 ഒരു വ്യൂ നമുക്ക് കിട്ടും. ഈ കൊല്ലം ജില്ലയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മഴയൊക്കെ പെയ്ത് ഇവിടെ എല്ലാം തെന്നി കിടക്കുവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗന്ദര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊച്ചു നാടുകാണിപ്പാറ അല്ലെങ്കിൽ വിമാനപ്പാറയിൽ നമ്മൾ ഇറങ്ങി അടുത്തത് ഗോളാന്തര പാറയിലേക്കാണ് പോകുന്നത്. ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ ഈ ഗോളാന്തര പാറ. എന്തുകൊണ്ടാണ് പേര് വന്നതെന്നൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഏറ്റവും സൂപ്പർ സാധനങ്ങളൊന്നാണ് ഈ ഗോളാന്തര പാറ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ നടന്നു പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഗോളാന്തര പാറയിലോട്ട് പോകാം. ഇതാണ് ഗോളാന്തരപ്പാറ. ഈ ഗോളാന്തരപ്പാറയുടെ പ്രത്യേകത കണ്ടില്ല, ഇതൊരു ചെറിയ പോയിന്റ് മാത്രമേ നിലത്ത് ടച്ച് ചെയ്തിട്ടുള്ളൂ. ഇത് ഇങ്ങനെ ഗോൾ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഗോളാന്തരപ്പാറ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ല, ഇത് നമ്മൾ ആൾക്കാർ ഇങ്ങനെ വന്ന് തള്ളി പിടിച്ചോണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കും. നമുക്ക് തള്ളിയാൽ മറിയുമെന്ന് തോന്നും. പക്ഷേ ഇത് നോക്കി, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ നോക്കി താഴെ മുട്ടിയിട്ടുള്ളൂ. ആൾക്കാരൊക്കെ ഇത് വന്നിങ്ങനെ തള്ളാനും മറിക്കാനും ഒക്കെ നോക്കും, പക്ഷെ നടക്കത്തില്ല. ഇത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. വളരെ സുന്ദരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ സ്പോട്ടാണ്. ഇതിലിങ്ങനെ തള്ളി പിടിച്ചുകൊണ്ട് ആൾക്കാർ ഒത്തിരി പേര് വന്ന് ഫോട്ടോ എടുക്കും. ഇതാണ് നമ്മുടെ ഗോളാന്തരപ്പാറ. നിങ്ങൾക്ക് വേണേൽ ഒരു ദിവസം മുഴുവൻ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ട്രെക്കിങ്ങും അതുപോലെ തന്നെ ഒരു ഡേ ഔട്ടും ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ്. ഓക്കെ, അടുത്ത നമ്മൾ കൊടപ്പാറ കാണാൻ പോവാണ്. അതിന് മുമ്പ് ഒരു സൂപ്പർ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയ ഉടനെ സൂപ്പർ അല്ലേ, അടിപൊളി വ്യൂ, പൊളി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്ത ഇവിടുന്ന് നമുക്ക് 2 സ്ഥലത്തോട്ട് പോകാം. ഒന്ന് നാടുകാണിപ്പാറയും ഒന്ന് കുടപ്പാറയും. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കമ്പനിക്കാരനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിംബ. ഇവിടുത്തെ ഒരു സെലിബ്രിറ്റിയാണ്, ഇവിടുത്തെ ട്രാവൽ ഗൈഡാണ്. ഇവിടെ വരുന്നവരെല്ലാം വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ സിംബ വരുന്നോടാ, ബാ നമുക്ക് ഒരുമിച്ച് പോകാം. കമോൺ. എന്നിപ്പോൾ നമ്മൾ പോകുന്നത് കുടപ്പാറയിലോട്ടാണ്. എന്താണ് കുടപ്പാറ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാം. നിങ്ങൾ ഞെട്ടിപ്പോവും. അതുപോലൊരു സംഭവമാണ് കുടപ്പാറ. സിംബ എൻ്റെ കൂടെ വന്നില്ല കേട്ടോ. സിംബയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കുത്തിറക്കമാണ്. ഇതൊക്കെ തിരിച്ച് നമ്മൾ കയറണം. അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല. കുടപ്പാറ പോകുമ്പോൾ ഇവിടെ എല്ലാം കല്ലുകളാണ്. നമ്മൾ ചെരുപ്പിടാതാണ് ഇറങ്ങുന്നത് കേട്ടോ. ഇടയ്ക്കൊക്കെ ചെരുപ്പില്ലാതെ മണ്ണിൽ കൂടെ നടക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇതാണ് കുടപ്പാറ. നോക്കിയേ, ഒരു കുട പോലെ നിൽക്കുന്നു. ഒരു 19 പേർക്ക് ഇതിനടിയിൽ കയറി നിൽക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ കുടപ്പാറ എന്ന് പറയുന്നത്. നമുക്ക് കുടപ്പാറയുടെ മുകളിലും കയറാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുടപ്പാറയുടെ മുകളിലോട്ട് പോകാം. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നമുക്ക് നിൽക്കാൻ പറ്റും. ഇതാണ് കുടപ്പാറ. ഒരു കുട പോലെ നാച്ചുറലി ആയിട്ട് വന്നിരിക്കുന്നതാണ് ഈ കുടപ്പാറ. സൂപ്പറാണ്. എത്ര മഴ പെയ്താലും നമുക്ക് ഇതിൻ്റെ അടിയിൽ നിൽക്കാം. മഴയത്ത് നമുക്ക് കുടയായിട്ട് നിൽക്കുന്ന പാറയായതുകൊണ്ടാണ് ഈ പാറയ്ക്ക് കുടപ്പാറ എന്ന് പേര് വന്നത്. ഇപ്പോൾ നമുക്ക് കുടപ്പാറയുടെ മുകളിലോട്ട് പോയാലോ. നല്ല അടിപൊളി കയറ്റമാണ്. കുടപ്പാറയുടെ മണ്ടയ്ക്കോട്ട് മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുടപ്പാറയുടെ മണ്ടയ്ക്കോട്ട് കയറാം. ഓടി അങ്ങ് കയറാം, എന്നാ നോക്കാൻ. അടിപൊളി. കുടപ്പാറ സൂപ്പർ അല്ലേ. ഇവിടുന്ന് ഒരു ചെറിയ വ്യൂ ഉണ്ട്. ഇതിന്റെ താഴെയാണ് കേട്ടോ കുടപ്പാറ. സത്യം പറയാൻ പേടിയാണ് ഇങ്ങോട്ട് നടക്കാൻ. കാര്യം ഇതിന് അടിഭാഗം കാലിയാണ്. ഒടിഞ്ഞു വീഴുന്നൊരു ചെറിയ പേടിയുണ്ട്. എന്നാലും വീഴത്തൊന്നുമില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഒരു പാറയുടെ മുകളിൽ വേറൊരു പാറ ഇങ്ങനെ ഇരിക്കുവാണ്. ഇതൊക്കെ ആരെങ്കിലും നിർമ്മിച്ച് വെച്ചാണ് കൊണ്ട്, പക്ഷേ ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടായി വന്ന സംഭവങ്ങളാണ്. ഈ കുടപ്പാറയിൽ നമുക്കൊരു വ്യൂ പോയിന്റും ഉണ്ട്, കുടയുടെ എഫക്റ്റും ഉണ്ട്. 2 സംഭവമുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. എടാ സിംബ ഇങ്ങോട്ട് വാടാ. അപ്പോൾ അടുത്ത് നമ്മൾ നാടുകാണിപ്പാറയിലോട്ട് പോവാണ്. നേരെ ഒരു വഴിയുണ്ട്, നമ്മൾ പക്ഷേ അതിലല്ല പോകുന്നത്. കുറച്ച് വളഞ്ഞ വഴി കൂടെ പോകുന്നത്. വേറെ ഒന്നിനുമല്ല, അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഗുഹ, ചെറിയൊരു ഗുഹ. അതുപോലെ തന്നെ ഈ മൃഗങ്ങളൊക്കെ താമസിക്കുന്ന ചെറിയ ഗുഹ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാധനമാണ് ഈ കാണുന്നത്. ഇതിനകത്തോട്ടൊരു ചെറിയ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗുഹ ഉണ്ടായി വന്നിരിക്കുകയാണ്. ഇവിടെ പണ്ട് മനുഷ്യർ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് പറയുന്നു. അങ്ങനെയാണ് തീർച്ചയായിട്ടും മനുഷ്യർ താമസിക്കുന്ന പണ്ടത്തെ പുരാതന കാലത്ത് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന മുനിയറയൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഉറപ്പായിട്ടും കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സിംബ നമ്മുടെ കൂടെ വന്നു കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. സിംബയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മണ്ടയ്ക്കോട്ട് പോവാം. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ നീങ്ങുവാണ്. നാടുകാണിപ്പാറ. നമ്മൾ നാടുകാണിപ്പാറയിലോട്ട് കയറാൻ പോകണം. നമ്മുടെ കൂടെ സിംബയും രാഹുൽ ബ്രോയും ഉണ്ട് കേട്ടോ. രാഹുൽ ബ്രോ ഇവിടുത്തെ മെയിൻ ആളാണ്. അപ്പം സിംബാടാ, ഇതാണ് നാടുകാണിപ്പാറ. ഓക്കെ, അപ്പോൾ നമ്മൾ നാടുകാണിയിലോട്ട് കയറുവാണ്. സിംബ കൂടെ ഉണ്ട് കേട്ടോ. സിംബ കമോൺ. അവൻ കയറി വരുന്നുണ്ട് കേട്ടോ കൂടെ. നമ്മുടെ ട്രാവൽ ഗൈഡ് സിംബ വരുന്നു. സിംബ വാടാ. എന്നപ്പോൾ നമ്മളിനി അടുത്തായിട്ട് പോകുന്നത് പുലിച്ചാണല്ലേ ബ്രോ? പുലിച്ചാന്ന് പറഞ്ഞാൽ ഇതാ സ്ഥലം അല്ലേ? പുലി താമസിച്ചുകൊണ്ടിരുന്ന ചെറിയൊരു കേവാണ്. ഇതിനകത്ത് ഇറങ്ങാൻ പറ്റും അല്ലേ? പുലിച്ചാനിലോട്ട് ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് കുറേ പേരല്ലേ. ഇതാണ് പുലിച്ചാൻ. അതായത് പുലി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു ഗുഹയാണ്. ഇതിലേ അങ്ങ് പോവാം അല്ലേ? അപ്പുറ സൈഡിലോ? ഇതാണോ അതിൻ്റെ എൻട്രൻസ്? ഈ പുലിച്ചാൻ ഇവിടെ എഴുതിയും വെച്ചിട്ടില്ലേ? ബ്രോ മഞ്ഞുമൽ ബോയ്സ് ആവുമോ? കുട്ടേട്ടാ അതിനൊരു വഴിയുണ്ട്. ആണ്ട സിംബ വേറെ വഴി കൂടെ വന്നു.
അവന് പിന്നെ കുഴപ്പമില്ല, ഏത് വഴി കൂടെ വേണമെങ്കിലും വരാൻ. നമ്മളാ യഥാർത്ഥ പുലി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എവിടാന്ന് നമുക്ക് നോക്കാം. ഇതാണ് പുലി താമസിച്ചിരുന്ന ഗുഹ. ഇതാണ്. നല്ല രസമാണ്. നമ്മൾ ഈ ഇതിനകത്തൊക്കെ കാണുന്നതാണ് സിംഹവും പുലിയൊക്കെ ഇറങ്ങി വരുന്ന സംഭവമാണ്. അടിപൊളി. അകത്തോട്ട് കുറച്ചുണ്ട് ഇതല്ലേ. പുലിയുടെ ബ്രാൻഡാണ് ഓഫീസേഴ്സ് ചോയ്സ്. പുലി അടിക്കുന്ന സാധനം തോന്നുന്നു. ഏതോ പുലി, നമ്മുടെ ഒറിജിനൽ പുലിയല്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പൊ ഇവിടെ ഇതാണ് പുലിച്ചാൺ. ഇത് കണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ്. നമ്മളൊരു സിനിമയിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വന്യമൃഗങ്ങളൊക്കെ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ അവർ ഇറങ്ങി വരുന്ന ഒരു ഗുഹ പോലൊരു സംഭവമുണ്ട്. സെയിം സാധനമാണ്. ഒരു പ്രാവശ്യം കണ്ടിരിക്കണം. ഇതിന്റെ മോൾഭാഗം നല്ല ഫിനിഷിങ്ങിലാണ് സത്യത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 5000 വർഷമെങ്കിലും പഴക്കം കാണും ഏറ്റവും കുറഞ്ഞത്. അങ്ങനെ നല്ല രസമുണ്ടല്ലേ. ഇതിനകത്ത് 5-6 പേർക്ക് കയറിയിരിക്കുക അല്ലേ, കിടന്നുറങ്ങുകയും ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് പുലിച്ചാൺ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. പുലിയൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ടോ ഇവിടെ? ഇപ്പം നമ്മളെപ്പോലുള്ള പുലികളാണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പുലി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം കണ്ടു, പുലിച്ചാൺ. ഇവിടെ നിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. സൂപ്പറാണ്. സിംബ സിംബ കമോൺ. സിംബ താഴെ പോയി. അവൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇതിലെല്ലാം ഓടി തിരിഞ്ഞ് നടക്കുവാണ്. നമ്മൾ നാടുകാണിയുടെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ പോവാണ്. നമുക്കൊരു അടിപൊളി ചിമ്മിനി ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് രാമക്കൽമേട് പോയപ്പോഴാണ് ഇങ്ങനൊരു ചിമ്മിനി കൂടെ ഞാൻ ക്ലൈംബ് ചെയ്ത് കയറിയത്. ഇത് നല്ല സൂപ്പറാണ്. ഇതിൽ കയറിയാൽ ഓ മോനെ, വാവ്, സൂപ്പർ. ഇവിടുത്തെ കാറ്റാണു കാറ്റ്. ഈ കാറ്റൊരു കാറ്റ് തന്നെയാണ് മോനെ. സിംബ എത്തി, സിംബ എത്തി. എന്താ മോനെ. ഓ, എവിടെ ജഡായിപ്പാറ എന്ത് ചെയ്യും ബ്രോ? ഈ കാണുന്നേ? ഓ, പിന്നെ നമ്മുടെ പൊന്മുടി എവിടെ? മഞ്ഞ് കയറി മൂടി നിൽക്കുവാണ്. ഈ ഫീല് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. വേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ. മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോരെ. അപ്പം നമ്മൾ മലമേൽ പാറയുടെ ഏറ്റവും ഉയരത്തിലുള്ള പാറയായിട്ടുള്ള നമ്മുടെ നാടുകാണിപ്പാറയുടെ മുകളിലാണ്. ഈ നേരെ കാണുന്നൊരു അമ്പലമാണ്. ഈ അമ്പലം ഏകദേശം 5000 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ മലമേൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിൽ ഗൂഗിളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന ഈ അമ്പലത്തെക്കുറിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഈ അമ്പലം ഈ പാറയുടെ അപ്പുറം 2 പാറയാണിത്. 2ാമത്തെ പാറയിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അവിടെ ഒരു വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹ എവിടെയോ ഒരു വനത്തിൽ ചെന്നാണ് ഗുഹ അവസാനിക്കുന്നത്. അതിനകത്ത് ഒത്തിരി പാമ്പുകളും ഇതൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആ ഗുഹ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഇവിടെ നോക്കിയാൽ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് കൊടുക്കത്ത് പാറ, അതുപോലെ തന്നെ നമ്മുടെ ജഡായു പാറ, അങ്ങ് മാറി പൊന്മുടി. ഈ സൈഡ് നോക്കിയാൽ നമ്മുടെ സഖ്യപർവ്വതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ മലമേൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ പോയിന്റിൽ പോകുന്നതാണ് ഒരു 10ഓളം പ്രധാനപ്പെട്ട പാറകളും വ്യൂ പോയിന്റുകളും വളരെ അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു തവണയെങ്കിലും നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. 20 രൂപ പാസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമാണ്. ഇവിടെ വന്നിട്ട് ഭയങ്കര കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്.